നമ്മുടെ ഈ ജോലിയുടെ ഭാഗമായിട്ട് നമ്മുടെ പലതരത്തിലുള്ള ഡോക്ടേഴ്സിനെയൊക്കെ കാണുമ്പോഴാണെങ്കിലും അവർ പറയും ഒരു 35 വയസ്സിന് ശേഷം എന്ന് പറയുന്നത് ഹൈ റിസ്ക് പ്രഗ്നൻസിയുടെ സമയമാണ്. അതിനുശേഷം അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. ഇതൊക്കെ തീർച്ചയായിട്ടും എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കരിയർ, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇതാണോ കൂടുതൽ, അതോ അല്ലെങ്കിൽ ആ മെറ്റേണിറ്റി ഫീലിംഗ് ആണോ ഭയങ്കരമായിട്ട് കൂടുതൽ വെയിറ്റ് നൽകുന്നതെന്ന് ചോദിക്കുമ്പോൾ എവിടെയൊക്കെയോ എനിക്ക് കരിയറും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസും ഒക്കെ തന്നെയായിരുന്നു കൂടുതൽ വെയിറ്റ് നൽകുന്നത്. അത് ഞാൻ വളരെ സെൽഫിഷ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും പ്രയോറിറ്റീസ് ഓരോന്നായിരിക്കും. എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ സമയത്ത് അങ്ങനെ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നാളെ ഒരു പ്രഗ്നൻസി പീരീഡിലേക്ക് കടന്നു കഴിയുമ്പോൾ അയ്യോ എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ആ ചെക്കപ്പ് ചെയ്യാനായിട്ട് ഇത്രയും പൈസയാവുമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെവിടെ നിന്ന് ഞാൻ പൈസ കണ്ടെത്തും. ഇത്തരത്തിലുള്ള ഈ ഫൈനാൻഷ്യൽ ആകുലതകളൊന്നും ഒരു കാരണവശാലും എന്നെ വറി ചെയ്യിക്കരുതെന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു.